അസമിലെയും പശ്ചിമ ബംഗാളിലെയും എക്സിറ്റ് പോൾ ഫലങ്ങളും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അതേക്കുറിച്ചും ദേശീയ മാധ്യമങ്ങളും സംസ്ഥാന മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. അസമിൽ എല്ലാ തന്ത്രങ്ങളും പാളി എന്നാണ് കോൺഗ്രസ് പറയുന്നത്. ഇവർക്ക് എന്ത് തന്ത്രമുണ്ടായിട്ടാണത് പാളിയത് എന്ന് മനസ്സിലാകുന്നില്ല. ഏത് സംസ്ഥാനത്താണ് കോൺഗ്രസ് തന്ത്രപരമായി ജനകീയമായി അല്ലെങ്കിൽ ജനങ്ങൾക്കൊപ്പം നിന്ന് തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടുള്ളത്? ഒന്നുമില്ല. അവർക്ക് കുറേ അവിടുത്തെ ലോക്കൽ രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് കുറേ അവിശുദ്ധ സഖ്യങ്ങൾ ഉണ്ടാക്കണം. ഇന്ത്യ മുന്നണി എന്ന് പറയുന്നൊരു സംവിധാനത്തിന് കീഴിൽ കുറേ കള്ള വാഗ്ദാനങ്ങൾ നൽകണം. കേരളത്തിലൊക്കെ തന്നെ KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് ഫ്രീ നൽകും എന്നൊക്കെ രാഹുൽ ഗാന്ധി പറഞ്ഞത് ഓർമ്മയില്ലേ? ഇങ്ങനെ കുറേ കള്ള വാഗ്ദാനങ്ങൾ നടപ്പിലാക്കണം, കുറേ ഇല്ലാത്ത കഥകൾ പറയണം, കുറേ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തണം, BJPയെ കുറ്റപ്പെടുത്തണം. ഇതാണ് ഇവരുടെ തെരഞ്ഞെടുപ്പ് തന്ത്രം. ഈ നെഹ്റു കുടുംബത്തിൽ നിന്ന് ഈ കോൺഗ്രസിൻ്റെ അധികാര കേന്ദ്രങ്ങൾ എടുത്തു മാറ്റിയെങ്കിൽ മാത്രമേ ഈ കോൺഗ്രസ് രക്ഷപ്പെടുകയുള്ളൂ. അസമിൽ വീണ്ടും BJP തന്നെ അധികാരത്തിൽ വരുമെന്നും അതുപോലെ ബംഗാളിൽ തൃണമൂലിൻ്റെ ആ ഒരു അപ്രമാദിത്വം, ദീദിയുടെ അപ്രമാദിത്വം തകർന്ന് BJP അവിടെ അധികാരത്തിൽ വരും എന്നുമാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. അതുതന്നെയായിരിക്കും സംഭവിക്കുക എന്ന് അതത് സംസ്ഥാനത്തെ ജനങ്ങളും പറയുന്നു. BJP കൃത്യമായി തന്ത്രപരമായ, രാഷ്ട്രീയപരമായ, ജനകീയമായ ഇടപെടലാണ് ഈ രണ്ട് സംസ്ഥാനങ്ങളിലും ഈ രണ്ട് ഘട്ടത്തിലും നടത്തിയത്. ബംഗാളിൽ 2 ഘട്ട തെരഞ്ഞെടുപ്പ്, രണ്ടിലും കൃത്യമായ ഹോംവർക്കോടുകൂടി തന്നെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. അസമിലും അങ്ങനെ തന്നെ, കേരളത്തോടൊപ്പമാണ് അസമിലും തെരഞ്ഞെടുപ്പ് നടന്നത്. അതായത് ഓരോ സംസ്ഥാനത്തും സ്വീകരിക്കേണ്ട മാർഗങ്ങൾ, ഓരോ തരത്തിലുള്ള ജനകീയമായ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് കൃത്യമായ ഇടപെടലുകളിലൂടെ ആ സംസ്ഥാനത്തെ ജനങ്ങളെ കയ്യിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. കോൺഗ്രസ്സിന് തന്ത്രങ്ങൾ പാളി എന്ന് പറയുന്നു. ആരുടെ? സുനിൽ കനകോലുവിൻ്റെ തന്ത്രമാണോ? അല്ലെങ്കിൽ വാർ റൂം KC വേണുഗോപാലിൻ്റെ തന്ത്രമാണോ പാളിയത്? ഇവരുടെ തന്ത്രങ്ങൾ കാലങ്ങളായി പാളിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് പാളിക്കൊണ്ടിരിക്കുകയുള്ളൂ. ഒരു തരത്തിലും ഇപ്പോൾ കർണാടകയിൽ ഭരണത്തിലുണ്ട്, അല്ലെങ്കിൽ ഹിമാചൽ പ്രദേശിൽ ഭരണത്തിലുണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. അതൊക്കെ ആ ഒരു സ്വാഭാവികമായ, ആ പ്രാദേശികമായ ചില BJPയുടെ തന്ത്രങ്ങൾ അവിടെ അല്പം പാളിയത് കൊണ്ടാണ് സത്യം പറഞ്ഞാൽ അത് കോൺഗ്രസ്സിന് അനുകൂലമായിട്ട് വന്നത്. കോൺഗ്രസിൻ്റെ തന്ത്രങ്ങൾ വിജയിച്ചത് കൊണ്ടല്ല. ഇത് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബോധം പോലും കോൺഗ്രസ് നേതാക്കൾക്ക് ഇല്ല എന്നതാണ് വാസ്തവം. തന്ത്രങ്ങൾ പാളി ഞെട്ടിപ്പോയിരിക്കാൻ സത്യം പറഞ്ഞാൽ അസമിൽ കോൺഗ്രസ് ഭരണം പിടിക്കും എന്നൊക്കെയാണ് പറഞ്ഞ് നടന്നുകൊണ്ടിരുന്നത്. രാഹുൽ ഗാന്ധിയൊക്കെ പോയി വലിയ ക്യാമ്പയിനിങ് നടത്തി. അതുപോലെ ബംഗാളിൽ മമത ഭരണം നിലനിർത്തും എന്നാണ്. 2ാം ഘട്ടത്തിൽ 92%-ലധികമാണ് പോളിംഗ് രേഖപ്പെടുത്തിയത്. ഭയം കൂടാതെ മനുഷ്യൻ വന്ന് വോട്ട് ചെയ്തു. ഇവിടെ മനുഷ്യനെ പേടിപ്പിച്ച് വോട്ട് ചെയ്യാതിരിക്കുക, BJPക്കാരെ കൊണ്ട് അല്ലെങ്കിൽ BJP അനുഭാവികളെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കാതിരിക്കുക, തൃണമൂൽ ഗുണ്ടകൾ വോട്ടുകൾ ചെയ്യുക തുടങ്ങിയ പരിപാടിയാണ് നടന്നുകൊണ്ടിരുന്നത് ബംഗാളിൽ. അപ്പം ഈ കുതന്ത്രങ്ങൾ ബംഗാളിൽ പാളിയിട്ടുണ്ട്. അസമിൽ കോൺഗ്രസിൻ്റെ തന്ത്രങ്ങളെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് പാളിയതുമില്ല. അവിടെ BJPയുടെ ഒരു കൃത്യമായ ഒരു രാഷ്ട്രീയ തന്ത്രം, ഭരണതന്ത്രം അവിടെ പ്രയോഗിച്ചുകൊണ്ട് അസമിലെ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ടാണ് BJP തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതിൻ്റെ ഫലമായിട്ടാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ BJPക്ക് അസം നിലനിർത്താൻ സാധിക്കുമെന്നും BJP ബംഗാളിൽ അധികാരത്തിലെത്താനുള്ള സാധ്യതയുണ്ടെന്നും പ്രവചിച്ചത്. എന്തായാലും എക്സിറ്റ് പോളിനെ കുറിച്ച് കൂടുതൽ ചർച്ചകൾ പറയുന്നില്ല. സ്വാഭാവികമായി ഉയർന്നു വന്ന ചില അഭിപ്രായങ്ങളെ കേന്ദ്രീകരിച്ചുള്ള ചർച്ചകൾ മാത്രമേ നമ്മളൊക്കെ നടത്തുന്നുള്ളൂ. 4-ാം തീയതി ഫലമറിയുമ്പോൾ തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് അതിൻ്റെ ഫലമറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വിശദാംശങ്ങളും അതിൻ്റെ വിശകലനങ്ങളും ചർച്ചകളും മറ്റു കാര്യങ്ങളും ഒക്കെയായിട്ട് കർമ്മ ന്യൂസ് നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ്. അന്നേരം നമുക്ക് ഈ വിശദ വിവരങ്ങൾ അസമിലെ ആയാലും ബംഗാളിലെ ആയാലും കേരളത്തിലെ ആയാലും പുതുച്ചേരിയിലെ ആയാലും ഒക്കെ തന്നെ നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം.